നമസ്കാരം. എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 39 വയസ്സായി ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. ഇനിയും അദ്ദേഹം ദേശീയ ടീമിൽ കളി തുടരണോ എന്ന ചോദ്യം യൂറോ കപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ പോർട്ടോയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള പിന്റോ ഡാ കോസ്റ്റ കൃത്യമായിട്ട് പറയുന്നു, ക്രിസ്ത്യാനോ പോർച്ചുഗലിനായിട്ട് ഒരു കളി കൂടി കളിക്കണം, ആ കളി വിജയിക്കണം, എന്നിട്ട് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കണം, അതിനുള്ള സമയമായി കഴിഞ്ഞു എന്നാണ് പിന്റോ ഡാ കോസ്റ്റയുടെ അഭിപ്രായം. പോർച്ചുഗലിൽ നിന്ന് തന്നെ ക്രിസ്ത്യാനോ വിരമിക്കാൻ സമയമായി എന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, 2003 മുതൽ ക്രിസ്ത്യാനോ പോർച്ചുഗലിനായിട്ട് കളിക്കുന്നുണ്ട്. 212 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് മറ്റൊരാളില്ല. 130 ഗോളുകളും നേടിക്കഴിഞ്ഞു. അത്രയധികം ഗോളുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ പുരുഷ വിഭാഗത്തിൽ നേടിയ മറ്റൊരു കളിക്കാരനില്ല. അപ്പോൾ അങ്ങനെ റെക്കോർഡുകളൊക്കെ നേടി നിൽക്കുന്നു. പക്ഷെ 39 വയസ്സായി. ഇനിയും അദ്ദേഹത്തിന് പഴയ മികവിൽ കളിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അത് കഴിയില്ല എന്നുള്ളത് പലരും ഓൾറെഡി നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ക്രിസ്ത്യാനോ വിരമിക്കണമെന്ന ആവശ്യം പോർച്ചുഗലിൽ നിന്ന് തന്നെ ധാരാളമായിട്ട് ഉയർന്നു വരുന്നു. അതിൻ്റെ ഭാഗമാണ് പിന്റോ ഡാ കോസ്റ്റയുടെ ഒരു പ്രതികരണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നു, റൊണാൾഡോ ഒരു മത്സരം കൂടി പോർച്ചുഗലിന് വേണ്ടി കളിക്കണം, ഒരേ ഒരു മത്സരം, എന്നിട്ട് അത് വിജയിക്കുക, വിടവാങ്ങൽ മത്സരമായി അത് വിജയിക്കുക, എന്നിട്ട് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അദ്ദേഹത്തോട് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണ് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിനും അദ്ദേഹം ക്രിസ്ത്യാനോ എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കി അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു പ്രതിഭാസം എന്നൊക്കെ പറയാവുന്ന താരം ഡി സ്റ്റെഫാനോയാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ ക്രിസ്ത്യാനോയും മെസ്സിയും മറ്റുള്ളവരെക്കാൾ ഒരു പടി മുകളിലാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പിന്റോ ഡാ കോസ്റ്റ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എറാഫ് ടോക്സ് എത്താം.